എല്ലാവർക്കും ഇന്നുമുണ്ട് പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ എവിടെ പോകുന്നത് വെച്ചാൽ നമ്മളത് പുറത്ത് പോകാൻ നിൽക്കാണ് കേട്ടോ. ഇന്നുമോൾക്ക് ഞാനൊരു അടിപൊളി സർപ്രൈസ് ഒക്കെ കൊടുത്തിരിക്കുന്നതാണ്. നമ്മുടെ ചാനലിൽ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിന്റെ കുറച്ച് ക്ലിപ്പ് ഞാൻ കാണിച്ചു അവർ ആ കാണാത്തവർക്ക് ഇന്നൊരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആ സർപ്രൈസ് കൊച്ചു ഇന്നുമോൾ കാണിച്ചിട്ടുണ്ട്. എന്നെ പറ്റി പറഞ്ഞു അതിനെ വേണ്ടി ഞാൻ പറഞ്ഞു ഇപ്പം അത്രക്ക് പറയേണ്ട ആവശ്യം. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഇനിമോള് എവിടേക്ക് പോണത് ഞാൻ പറഞ്ഞ ഞാൻ ഇന്റേൺഷിപ്പിന് പോകുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പാക്കിംഗ് വീഡിയോ ഒക്കെ കാരണം ഉണ്ടാവണം. പാക്ക് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടി ഞങ്ങൾ ജാംജൂമിലേക്ക് പോകുന്നു. അപ്പൊ ഓട്ടോക്ക് വേണ്ടി ജാംജൂമിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നെക്സ്റ്റ് തുറന്ന കാരണം കൊണ്ട് ആ വഴി ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഓട്ടോക്കാർ വിളിച്ചിട്ട് കൊണ്ട് എത്തുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ തിരക്കിലാണ് നമ്മൾ. നമുക്കവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ കൺഫ്യൂഷൻ്റെ ഇടയിൽ നമ്മൾ ഇന്നുമോളുടെ പാക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ജാംജൂമിലേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ശ്വാസം പറ്റി സായ്മോനെ കൊണ്ടുപോകാതെ പോകണമെന്ന് വെച്ചാലേ ഓനെ കൊണ്ട് പോയാലും നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഓനക്ക് അപ്പം വീട്ടിൽ പോരേണ്ടി വരും. ഇനി ഞങ്ങളിങ്ങനെ അന്തമില്ലാതെ നടക്കും എല്ലാ റൂട്ടിൽ കൂടെ. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും മേടിക്കാറുണ്ട്. പക്ഷെ പ്രശ്നം മേടിക്കാൻ സമ്മതിക്കില്ല. ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് മാത്രമേ ഉള്ളൂ. പ്രശ്നം കഴിയും. ഞങ്ങൾ ഇത് കണ്ടെങ്ങനെ മേടിക്കാൻ എടുക്കാൻ തോന്നുക. പക്ഷെ നമുക്കൊന്നും നിന്റെ പോകില്ല കേട്ടോ. ചെല്ല് അങ്ങോട്ട് പോലെ നൂഡിൽസ് എടുക്കുക ഇപ്പം എടുക്കുന്ന വേഗം സമയം കേട്ടോ. നമുക്ക് പോയിട്ട് പണിയുണ്ട്. കുഞ്ഞു പാക്കറ്റ് എടുത്താൽ ഞങ്ങൾ സായക്കുട്ടിനെ കൊടുത്തിട്ടില്ല. കുഞ്ഞു പാക്കറ്റ് എടുത്താൽ ഇന്നത്തെ വലിയ പാക്കറ്റ് എടുക്കുമ്പോഴാണ് പൈസക്ക് ലാഭം കിട്ടുള്ളൂ. മനസ്സിലായോ? ഞാനറിയോ തുറന്നാൽ ഞാൻ എന്താ അത് പ്രശ്നം. അപ്പൊ കുഞ്ഞു പാക്കറ്റ് എടുക്കാൻ നല്ലത്. അതേപോലെ കണ്ടക്കപ്പ ഞാൻ സ്റ്റെപ്പാവും. ഇത് പോയിക്കാം മേടിക്കണം. ഏത് ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ ഡ്രസ് ഉണ്ടാവും. ഇത് സിബ്ലോക്ക് ബാഗ് ആയിരിക്കും. ആണ് മൂങ്താൽ സോൾട്ടഡ് പീനട്ട് മേടിക്കണം. മൂങ്താൽ വേണോ? ഇനിയും അച്ചപ്പം കുഴപ്പം എല്ലാ തരം മൊത്തങ്ങളും ഉണ്ട്. തിരഞ്ഞെടുപ്പ് വേണോ? മേടിക്കണം. ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ആള് കുളിക്കാറില്ല. അപ്പൊ ഇത്ര ഫോണ് സോപ്പ് മതി. നമ്മുടെ വീട്ടിലുള്ള വലിയ സോപ്പ്. ആൾക്കാരെ അറിയിക്കല്ലേ കുളിക്കാറില്ല പോലെ. പല്ല് തേക്കാത്ത നമ്മൾ എന്തിനാന്നാവോ ദൈവം ടൂത്ത് ബ്രഷ് നോക്കിയിട്ട് ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ ഞാൻ പല്ലേക്കണ്ടേ. പല്ലേക്ക് ബ്രഷ് കഴിഞ്ഞെടുത്തു. വേഗം തെരഞ്ഞെടുത്തോ. അമ്മ കാര്യങ്ങൾ ഇവിടെ അല്ല, ആ ഭാഗത്താണ്. അങ്ങോട്ട് നടക്കും. കാര്യങ്ങൾ കുറേ ഒന്നും എടുക്കണ്ട. കാര്യങ്ങൾ കുറച്ച് തന്നു. ഓക്കെ. ശരി. 20 രൂപ ഉള്ളൂ. ചേട്ടനുണ്ടോ 20 രൂപ? ഒന്നോ എന്താ ഇപ്പിക്കൊരു കുഴപ്പം? അത് 2-3 എണ്ണം വാങ്ങിച്ചിട്ടോ. അത് പോരെ? 30 രൂപ. 1 രൂപ ഉണ്ട് ഇതിന്. ഇവിടുന്ന് ഓഫറിന് വാങ്ങിക്കാൻ പോലെ. ആ ഓഫർ ഉണ്ട് അല്ലേ? ഓക്കെ. വലിയ അവസാനം നമ്മൾ അതിൻ്റെ വാങ്ങിച്ചു. നമുക്ക് ആ ക്ലിപ്പ് കൊണ്ടുപോകാം. പിന്നെ ഒരു ഇന്തോമി വാങ്ങിച്ചോ. ഇന്തോമിയിൽ ആൾക്ക് ഇഷ്ടം. തിന്നോന്ന് ഇഷ്ടം. ഇന്തോമിനെ വാങ്ങിച്ചോടെ. എന്റെ ബാഗിൽ ഡ്രസ്സ് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. തിന്നാലും മാത്രമേ സ്ഥലം ഉണ്ടാവുള്ളൂ. നീ എടുക്ക്. ഓക്കെ. $40 മതി. ഇതിൻ്റെ ഇടയിൽ കൂടെ വീട്ടിലുള്ള സാധനം കൂടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പോയാൽ പിന്നെ അധികം പുറത്തേക്ക് ഇറങ്ങലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഇൻറ്റേൺഷിപ്പിന് പോണ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. എനിക്ക് കമ്മൽ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവിടെ കാണാനുമില്ല. അപ്പോൾ സ്റ്റഡ് അങ്ങോട്ട് കിട്ടില്ല. പിന്നെ ബാക്കി ഫേസ് വാഷ് അങ്ങനത്തെ കാര്യങ്ങളെ കുറച്ച് മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാറ്റി എപ്പോഴും കാണുമ്പോൾ ഞാൻ വിചാരിക്കും 149 രൂപ. ഇതിന് മെച്ചല്ല. വേണ്ട. ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ചെറിയ ബില്ല് വരുന്നത്. ഓ മൈ ഗാഡ്. നമ്മൾ കുറേ കാലമായിട്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ ഒന്നും കിട്ടിയില്ല. ഇത് ഒന്നും കിട്ടാൻ പോണില്ല. പിന്നെന്താ കിട്ടുമ്പോൾ തന്നെ പ്രതീക്ഷയാണ് നമ്മൾ ജീവിക്കാൻ ചെയ്തിട്ടുണ്ട്. ഐഫോൺ കിട്ടിയ പോലെ ഇവരാണല്ലോ ഞാൻ പോണത്. അപ്പോൾ പിന്നെ മമ്മനോട് പുതിയ കവറും അതിൻ്റെ അഡാപ്റ്ററൊക്കെ മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ മൊബൈൽ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ കവർ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ബ്ലാക്ക് കളർ കണ്ടാൽ ഞാൻ നോക്കിയിട്ട് ഡിസൈൻ പിന്നെ ഞാൻ നോക്കിയത്. പക്ഷേ മമ്മ പറഞ്ഞു അതിൻ്റെ ഹാർട്ട് കണ്ടിട്ടാണെന്ന്. അതിൻ്റെ സിമ്പിളായിട്ട് ഇട്ടത്. അപ്പോൾ കൈ സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. സായ്മോൻ കൊടുന്നൊക്കെ സഹായിച്ചു. നമുക്ക് പാക്കിങ്ങിൻ്റെ അപ്പോൾ കാണാം. ഓക്കെ. അപ്പോൾ ഇനി പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എല്ലാ സാധനവും ഞാൻ ബുക്കിൽ എഴുതി ഇട്ടിക്കണം. ഇനി അതൊക്കെ ടിക്ക് ചെയ്തിട്ട് ഓരോ സാധനങ്ങൾ കൊടുത്ത് വെച്ചിട്ട് ബാഗിലേക്ക് എടുത്തു വെക്കണം. കാരണം നാളെ എടുത്തു വെക്കാന്ന് വിചാരിച്ചാൽ അതിന് സമയം ഉണ്ടാകത്തില്ല. നമ്മളെല്ലാതും പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ നമ്മളിനി ബുക്കുകൾ നോക്കിയിട്ട് സാധനം എടുത്തേക്കട്ടെ. അതിന് മുമ്പ് എനിക്ക് ഈ ഫോണുമേ എൻ്റെ പുതിയ ഫോണിലാണല്ലോ ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഇതുമ്പോൾ എനിക്ക് ഫോൺ കവർ ഇടണം, അഡാപ്റ്റർ കണക്ട് ചെയ്യണം, പിന്നെ ഗ്ലാസ് കവറും കൂടി ഇടാണ്ട്. അപ്പോൾ
അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. അപ്പൊ നമുക്ക് ക്ലീനിങ് തുടങ്ങുന്നതിന് മുന്നേ ഈ ടാബിൾ ഒന്ന് വൃത്തിയാക്കി വെക്കാം. അപ്പൊ നമുക്ക് ബുക്കിൽ എഴുതിയ സാധനങ്ങൾ കറക്റ്റ് കൃത്യമായിട്ട് നമുക്ക് ഈ ടാബിളിൽ തന്നെ കൊണ്ടു വെക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഈ ടാബിൾ ഒന്ന് വൃത്തിയാക്കാം. ആദ്യം അത് സാധനങ്ങളൊക്കെ എടുത്തൊക്കാൻ വേണ്ടി ഞാനായിട്ട് ഇറങ്ങിയത്. കാരണം അമ്മക്ക് അവിടെ കുറച്ച് പണികളുണ്ടായിരുന്നു. എനിക്ക് നാളെ പോകുമ്പോഴത്തേനും അമ്മ എന്താ പറയുക ഉണ്ണിയപ്പം ഉണ്ടാക്കണം, ചിപ്സ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ സാധനങ്ങൾ മേടിക്കാൻ കുറച്ച് ചെറുതായിട്ട് മറന്നു. അപ്പം അമ്മ എങ്ങനെയൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ശ്രമത്തിലായിരുന്നു. അപ്പം അതിനിടയിൽ കൂടെ ഞാൻ പാക്ക് ചെയ്യണം. അപ്പം ഞാൻ എല്ലാവരും അതിന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ച ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. ഇതിലെല്ലാതും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ടിക്ക് ചെയ്തിട്ടിട്ട് നമുക്ക് എല്ലാ സാധനവും ഉണ്ടോ എന്ന് നോക്കി വെക്കാം. നമുക്ക് ഈ ടാബിളിലുള്ള സാധനങ്ങൾ ഓരോന്നും നിരത്തി വെക്കാം കേട്ടോ. അപ്പൊ അത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്നാണ് സത്യം പറയുന്ന സാധനമൊന്നും ഇതില് ബ്രഷും പേസ്റ്റും സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടായപ്പോൾ ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ നമ്മൾ ഇന്റേൺഷിപ്പിൽ പോകുമ്പോൾ അതൊക്കെ ഉപയോഗിക്കണം. കാരണം കുറച്ച് കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അവരെ മാനത്തേക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കണ്ടേ. അപ്പൊ നമുക്ക് എല്ലാം എടുക്കാം. അപ്പൊ നമ്മള് ഇത് വീട്ടിലുള്ള പേസ്റ്റാണ്, അത് എനിക്കുള്ള പേസ്റ്റ് അല്ല. ഇവിടൊക്കെ പേസ്റ്റിന് എന്താ ചെലവ് എന്ന് പറയാം. പക്ഷെ ഞാൻ അത്ര ഉപയോഗിക്കാറില്ല. അമ്മയാണ് കൂടുതൽ തേക്കാറ്. പല്ല് കെട്ടിയതിനു ശേഷം പല്ല് തേപ്പൊക്കെ 5 നേരമാണ്. തിന്ന അപ്പൊ പല്ലേക്കുക അങ്ങനെ കിട്ടും. പേസ്റ്റ് ഭയങ്കര ചെലവാണ്. അത്ര ചെലവാക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് സാധനം ബ്രഷാണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട്. ബ്രഷ് എവിടെ? പിന്നെ ടവല് മമ്മ എടുത്ത് തരണം, കോമ്പും മമ്മ എടുത്ത് തരണം. പിന്നെ ടിംറ്റി യൂപ്പിന് വൈറ്റ് സ്റ്റെഡ് അതൊക്കെ കുറച്ച് കഴിഞ്ഞ് എടുക്കാം. മേക്കപ്പ് ആയിട്ടുള്ള എടുക്കാൻ, ജെല്ല് അതും അപ്പം തന്നെ എടുക്കാം. ഫേസ് വാഷ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഹിമാലയന്റെ ചാർക്കോൾ ഫേസ് വാഷ് മേടിച്ചത്. ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. പിന്നെ അടുത്തത് ഫേഷ്യൽ റേസർ മേടിച്ചിരിക്കുന്നത് നമ്മള്, അത് ടിക്ക് ചെയ്തിട്ടെ. പിന്നെ നമുക്ക് അടുത്തത് സോപ്പ് ഞാൻ ഞാൻ ഡെറ്റോള് മേടിക്കണം. പക്ഷെ ഡെറ്റോള് ചെറിയ 10 രൂപയുടെ സോപ്പില്ല. അപ്പൊ ലെക്സിന്റെ നീല നല്ല മണമുള്ള സോപ്പ്, ഈ സോപ്പാണ് മേടിച്ചിരിക്കുന്നത്. ഒന്നും വീട്ടിലുള്ള പഴയ സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. ഇന്റേൺഷിപ്പിൽ പോകുമ്പോൾ പുതിയൊരു മനുഷ്യനായിട്ട് പോകണം. അപ്പൊ പുതിയ സാധനങ്ങൾ വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമുക്ക് പൈസ കൂടുതൽ ചെലവാക്കല്ല കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് കൊടുത്തിട്ട് തന്നെ വേണം, അല്ലാതെ ഇവിടെ ഒന്നും ഇല്ല. അപ്പൊ പേസ്റ്റ് ഞാൻ ഇതിൽ എഴുതിയിട്ടില്ലേ? പേസ്റ്റ് സ്വന്തമായി മേടിച്ചിരിക്കുന്നത്. ഒരു പെണ്ണിന്റെ കഥകൾ എഴുതാൻ നീ വരുമ്പോഴേക്കും സ്ക്രിപ്റ്റഡ് വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി കഥകൾ എഴുതാൻ വേണ്ടിട്ട് അത് 2 പെണ്ണ് മതി. 2 പേരുള്ള കഥ എഴുതിയാൽ എനിക്ക് എന്നെ കൊണ്ട് വെയിക്കുള്ളൂ. ഇത് ഞാൻ കൊണ്ടുപോട്ടെ. ബാക്കി എത്ര എടുത്തോ. ഇനി ബാക്കി നമുക്ക് കുറെ സാധനം എടുത്തു വെക്കണം. ഡ്രസ്സുകൾ ഏതൊക്കെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഇദ്ദേഹം തീരുമാനിക്കും. ഞാൻ അല്ല എന്റെ ഡ്രസ്സ് ഒന്ന് കൊണ്ടുപോകണം തീരുമാനിക്കണം. അമ്മ പറയൊക്കെ എടുക്കണം. എല്ലാം എന്റെ ഡ്രസ്സ് തന്നെ. ചെറുത് ഞാൻ ചെറിയ കൊടുക്കും. അതാണ് കാര്യം. ഒന്നുമില്ല. അപ്പൊ ഞമ്മള് യൂണിഫോമും ടൈയും ID കാർഡൊക്കെ തപ്പി പിടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. എന്നിട്ട് ഞാൻ വരാം. പിന്നെ നമ്മള് അലക്കാനും വേണ്ടിട്ട് അലക്കൊക്കെ ചെയ്യോടെ നോക്കട്ടെ. ഇക്കൊക്കെ ഒരു യൂണിഫോമിന് സെറ്റ് ഉള്ളൂ. അപ്പൊ ഞാൻ തീരുമ്പോ അതിന് ചോദിച്ചാൽ അലക്കൊന്നും എയർപോർട്ടിൽ AC ആണ്. പിന്നെ ഓൾക്ക് കിട്ടിക്കുന്ന റൂമും AC ആണ്. പക്ഷെ കുറച്ച് നടക്കാണ്ട്. അല്ല അതുകൊണ്ട് തന്നെ എപ്പോഴും അലക്കോ ചോദിക്കാം. അപ്പൊ ഞാനൊരു പംകിൻ സീഡൊക്കെ വാങ്ങിച്ച് ഈ കുപ്പി ഇരിക്കുന്നുണ്ട്. ഈ കുപ്പിയിൽ ഞാൻ സോപ്പിന്റെ ലിക്വിഡ് കൊടുക്കാന്ന് വിചാരിച്ചു. മറ്റേത് സോപ്പ് ആവുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. ലിക്വിഡ് ഭയങ്കര പ്രശ്നമാണ്. ലിക്വിഡ് ആവുമ്പോ നമുക്കത് ഉപയോഗിക്കാനും സുഖാണ്. എന്റെ മമ്മി ബ്രില്യന്റ് ആട്ടോ. അല്ല പിന്നെ ഇത് ഷാമ്പു പോലെ ഉപയോഗിക്കാൻ പറ്റും. 2 കുപ്പിയൊക്കെ എടുത്തു വെച്ചോ. എന്തിനാണ്? കൊറേ തിന്നു. ഇതിന്റെ മറിപ്പില്ലേ എല്ലാം കൊടുക്കാം. മറ്റേ ഞാൻ അമ്മമാര് പാക്ക് ചെയ്യില്ലേ, ഇതേ ചൊറ്റൊക്കെ ഉപയോഗിച്ചാൽ മതി. ആ നിമിഷക്കൊന്ന് കുടിക്കുന്നു. ആ നിമിഷമൊക്കെ ചോദിക്കും. ഞാൻ ഇത്ര വലിയ ഫിയാമന്റെ സോപ്പ് മേടിച്ചിട്ട് തിരുമ്പാൻ ഇതിന്റെ ആവശ്യമേ. എന്തോട് ഫിയാമന്റെ സോപ്പ് എടുത്തിട്ട് വലിയ സോപ്പ് കുളിക്കുന്ന സോപ്പ് മേടിച്ചിട്ട് വലുത് തിരുമ്പും കൂടി ചെയ്യാച്ചിട്ട്. ഓക്കെ. നീ ഞാനിത് പറഞ്ഞു നമ്മൾ അറിയണം കേട്ടോ. ഇല്ല, തീരെ അറിയരുത്. അപ്പൊ സോപ്പ് സെറ്റായി. ഞാൻ അതിന്റെ അതിൽ ടിക്ക് ചെയ്യണം. ഞാൻ യൂണിഫോം ഇസ്തിട്ട് കൊണ്ടുപോകണം. ഇസ്തിരി അത് കൊണ്ടുപോകണം. അയൺ ബോക്സ് കേടാണ്. അയൺ ബോക്സ് കൊണ്ടിട്ട് ഉണ്ട്. അയൺ ബോക്സ് ഉണ്ട്. പിന്നെ ഒരു അല്ലെങ്കിൽ കാര്യം ചെയ്ത് കൊണ്ടിട്ട് കാറില്ല പോയി ചുളിയും. അവന്റെ പൊന്നാല മക്കളെ ഇവിടെ യൂണിഫോമിന്റെ പോലെ ഞാൻ കാണിക്കണില്ല. കാണിച്ചിട്ട് ചോളം അങ്ങനെ. അപ്പൊ നമുക്ക് യൂണിഫോമിന് ആവശ്യമായിട്ടുള്ള ഷർട്ട്, ഒരു കോട്ട്, ഒരു പാന്റ്, 2 സോക്സ്, ഒരു ടൈ, അതായത് കഴുത്തിക്കുന്ന സ്കാർഫ് ആട്ടോ. സോറി, ടൈ അല്ല. പിന്നെ ഒരു ID കാർഡ്. ഇതൊക്കെയാണ് നമ്മുടെ യൂണിഫോമിന് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇത് നമുക്ക് ചുരുട്ടി മടക്കി ഒരു ഭാഗത്ത് വെക്കാം. എന്നിട്ട് വേണം യൂണിഫോമിന് ടിക്ക് ചെയ്ത് കൊടുക്കാൻ. അയൺ ബോക്സ് ഞാൻ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാട്ടോ. കൊണ്ടുവരാന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അയൺ ബോക്സ് കൊണ്ട് കേടന്നു. കുറേ പ്രാവശ്യമായി നിലത്തേക്ക് വീണിട്ട് അങ്ങനെ കേട് വന്നതാണ്. അപ്പൊ നമുക്ക് യൂണിഫോം
യൂണിഫോം അവിടെ എത്തിയിട്ട് പെട്ടെന്ന് ഞാൻ പോയ അന്ന് അതിന്റെ പിറ്റേ ദിവസമാണ് എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് യൂണിഫോം തപ്പാൻ ബുദ്ധിമുട്ടാവണ്ട വെച്ചിട്ട് കവറിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. കോട്ട്, പാന്റ്, ഷർട്ട്, സ്കാർഫ്, സോക്സ്, ഐഡി കാർഡ്. ഇതൊന്നും ഞാനവിടെ ഉണ്ടാവും കേട്ടോ. അല്ലേ ഇപ്പൊ ഇങ്ങനെ ഞാൻ എന്റെ കുട്ടികളുടെ യൂണിഫോം ഒരു കാലം സാധനം യൂണിഫോം ഞാൻ എടുത്തെടുക്കാറുണ്ട് കേട്ടോ. അടുത്ത കൊല്ലം മുതൽ വന്ന യൂണിഫോം ഞാൻ എടുത്തില്ല. അതൊക്കെ സ്വന്തമായിട്ട് അറിയണം. അപ്പോൾ എവിടെ പോയാലും ജീവിക്കാൻ പറ്റുക. അപ്പൊ നമ്മളെ യൂണിഫോം നമ്മൾ എടുത്തു. യൂണിഫോം സെറ്റായി. പിന്നെ ഇതെന്തായിരുന്നു? ലിക്വിഡ്, സോപ്പിന്റെ ലിക്വിഡ് നമ്മൾ വെച്ചോ. ലിക്വിഡും ഓക്കെ ആയിട്ടുണ്ട്. ഇനി ചീർപ്പമാണ്. ഇനി ഞാൻ പോയിട്ട് എന്റെ പാസ്പോർട്ട്, ആധാർ കാർഡൊക്കെ എടുത്തോണ്ട്, ATM കാർഡൊക്കെ എടുത്തോണ്ടാണ്. കുറച്ച് പ്രൂഫുകൾ ആവശ്യമുണ്ട്. അപ്പൊ പ്രൂഫുകളൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവരണം. ആധാർ കാർഡ് മതി. അമ്മനോട് പറഞ്ഞു പാസ്പോർട്ട് ഒക്കെ എടുത്ത് പിന്നെ അതായത് ഗായ്സ് കാശ് മുടക്കിയിട്ട് പാസ്പോർട്ടിലേക്ക് കൊടുത്തതാ. കാശ് ഒരു പ്രാവശ്യമല്ല മുടക്കി, 2 പ്രാവശ്യം കാശ് മുടക്കിയിട്ട് പാസ്പോർട്ട് വാങ്ങിച്ചു കൊടുത്തിട്ട് അവർക്ക് നമ്മള് വിഷനിൽ ചേരാൻ പോയപ്പോ പാസ്പോർട്ട് വിഷനിൽ ചേരാൻ പാസ്പോർട്ട് വേണമെന്ന് പാസ്പോർട്ട് ഉണ്ടാക്കി വെച്ചു. പക്ഷെ ആ ടൈമിൽ ഞാൻ 10th സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയില്ല. പാസ്പോർട്ടും പാൻ കാർഡും വേണം പറഞ്ഞിട്ടേ പാസ്പോർട്ട് ഉണ്ടാക്കി കൊടുത്താ. ആ പാസ്പോർട്ട് കൊണ്ട് തന്നെ ഓളെ എയർപോർട്ടാക്കി തരണം. അങ്ങനെ ഉണ്ടോ? ഇപ്പൊ ആധാർ കാർഡ് മതി. ഓക്കെ, പാസ്പോർട്ട്, ആധാർ കാർഡ്, ATM കാർഡ് നമുക്ക് എല്ലാം എടുക്കാം. ബാഗിൽ ഒരുപാട് സ്പേസ്. പാൻ കാർഡ് എടുത്തോ? ആവും ഞാൻ ഉണ്ടാക്കുന്നതല്ലേ. നമുക്ക് അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്താലും അത് വേണ്ട. അപ്പോ എന്റെ ATM കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ട് 3ഉം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ അതും കൂടി നമ്മൾ ടിക്ക് ചെയ്യുന്നതാണ്. ആധാർ കാർഡ്, പാസ്പോർട്ട്, ATM കാർഡ്. ഓക്കെ, ടിക്ക്. ഈ ഒരു സെഗ്മെന്റിൽ ഞാൻ വലിയ സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ. കാരണം അവൾ കൊണ്ടുപോയി എല്ലാം മിക്ക ഡ്രസ്സും ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ല, പുറത്തൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി 3 ജീൻസ് കൊണ്ടുപോകുന്നുണ്ട്. ഈ 3 ജീൻസും എന്റെ മമ്മിയുടേതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആവശ്യത്തിൽ വാങ്ങിക്കും, പിന്നെ ഞാൻ ഇടൂല, ഒക്കെ മുമ്പത്തേനാണ്. നമ്മളെ ഞാൻ ഇട്ടൂടെ, ലാഭിക്കണ്ടേ? ലാഭിക്കണം. അത് പിന്നെ നമ്മള് കുറച്ച് സാധാരണ കംഫർട്ടബിൾ പാൻസ് കൊണ്ടുപോകണം. അപ്പൊ അതിന് തപ്പിക്കൊടുക്കുന്നുണ്ട്. അതിനല്ല 3 പാൻറ്റുണ്ട്. ഇവിടെ ഈ ജില്ലന്റെ വിട്ട് പോവാ തോന്നുന്നു കേട്ടോ. അത് ജില്ല വിട്ട് പോകാനാണ്, നാട് വിട്ട് പോകാൻ. ഇവിടെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവാണോ എന്നൊക്കെ നല്ല ഡൗട്ടുണ്ട്. എല്ലാ സാധനവും എടുക്കുന്നുണ്ട്. 4 കംഫർട്ടബിൾ പാൻസ്, 3 ജീൻസിന്റെ പാൻസ്. അതൊരു കാര്യം ടീഷർട്ടുകളും വേണം. ഈ ഒരു പാന്റ് മാത്രമേ എന്റെ ഉള്ളൂ. ബാക്കി ഈ 3 പാന്റും എന്റെയാ. ആ പാന്റ് എന്റേതാ. രണ്ടാമത്തെ കറുപ്പ് വേണ്ടി വാങ്ങിച്ചതാണ് ഞാനത്. ആ ബ്ലാക്ക് പാന്റ്, ബ്ലാക്ക് പാന്റ് ഉണ്ട്. ബാക്കി 3 പാന്റ് ഉണ്ട്. എന്താണെങ്കിലും ഒന്നേ എന്റേതുള്ളൂ. ശരിയാ. നല്ലോണം മടക്കി എടുത്ത് വെക്ക്. പറയുന്ന ആൾക്കൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊന്നും കൊണ്ടുപോകില്ല, ഇതൊന്നും ഇടൂല. ഇതൊക്കെ വീട്ടിട്ട് നശിപ്പിക്കും. നേരെ മറിച്ച് ഞാൻ എന്താക്കും, ഞാൻ പുറത്ത് കൊണ്ടുപോയി ഇത് എല്ലാരും കാണിക്കും. അതാ ഞാൻ കാട്ടുന്നേ. എന്തേലും കാട്ട്. ഡ്രസ്സിന് പബ്ലിസിറ്റി ആയില്ലേ? അതെ, എന്റെ ഡ്രസ്സാണ്. ഞാൻ നിലത്തേക്ക് ഒന്നും എടുത്തിട്ടോ. നേരവണ്ണം നല്ല ഒരു ഭാഗത്ത് കൊണ്ടു വെക്കൊണ്ടു. തലമ വെച്ചോ. ആ പേരെടുക്കും. സ്റ്റോഫും വെച്ചോ. ഇപ്പൊ എത്ര ടീഷർട്ടുകളായി? 4 ദിവസമുള്ള ടീഷർട്ട് എടുത്തിട്ട് ഒരു 5-6-8-10 ദിവസം പോവാനുള്ളതായിക്കണം. ഇനി ചിലതൊക്കെ ഒന്ന് കഴുകിട്ടോ. എന്നാ അതിന്റെ വീണ്ടും യൂസ് ആക്കാം. ഓരോ ദിവസത്തിനും ഓരോ ഡ്രസ്സ് കൊണ്ട് കൊണ്ടുപോയാൽ ലഗേജ് ഭയങ്കരമായിട്ട് കൂടും. ഇത്ര മതി. ഇത് മതി. അതൊക്കറിയാലോ. അയ്യോ, പിന്നെ ആരും ടീഷർട്ട് എന്തെങ്കിലും കുറവ് വരാൻ തന്നെ നമ്മൾ കൊടുക്കാലോ. അടുത്തുണ്ടല്ലോ. ഓഹോ, അങ്ങനെ എടുക്കണതാണ്. ഓക്കെ, സോറി. പിന്നെ നമുക്ക് പുറത്ത് പോകാന് 1, 2, 3, 4 ടീഷർട്ട് ഉണ്ട്. 3 പാന്റും ഉണ്ട്. അത് മതി. സൂഫ്റ്റി വെക്കാം ഓരോ പാന്റ്. അതെ, ഡ്രസ്സുകൾ അത്യാവശ്യം കുറെ ആയിട്ടുണ്ട്. എന്റെ മറ്റേ ആ ബാഗില്ലേ, നീല കളർ ബാഗ്, അതെ എവിടെ നിന്ന് വെച്ചാൽ ഞാന് ആ മാക്സിന്റെ ബാഗ് കൊണ്ടു. അതും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇത് മമ്മ മാക്സിന്ന് ഇതേപോലെ വർക്കിലേക്ക് പോകുമ്പോ മേടിച്ച ബാഗാണ്. മമ്മ അധികം ഉപയോഗിക്കാറുണ്ട്. വർക്കർ കഴിഞ്ഞപ്പോ ഒഴിവാക്കി. ഇപ്പൊ ഒക്കെ ഞാൻ അതെ പാക്ക് ചെയ്യാൻ, ഡ്രസ്സ് പാക്ക് ചെയ്യാൻ അണക്കട്ടേക്കും എടുക്കുക എനിക്കാണ്. അതുകൊണ്ട് ആ ജോലി ഞാൻ ഏറ്റെടുക്കാം. അതായിരിക്കും നിനക്ക് നല്ലത്. എനിക്കെന്തായാലും ഇപ്പൊ എന്താ നേരം കൊണ്ട് ഞാൻ ചോറ് തട്ടെ. മമ്മ തിന്നുണ്ടോ ചോറ്? അമ്മ ചോറുന്നുണ്ടോ? ഞാൻ ചോറുന്നില്ല. നേരം കൊണ്ട് ഞാൻ ചോറുന്നാലോ? കഴിച്ചു പോയോ? കുട്ടി എടുത്താലേ കുറെ സാധനങ്ങൾ കൊള്ളും. നമ്മൾ ആദ്യം ബാക്കിൽ തറയിൽ വെക്കാല്ലേ. ബാക്കിൽ തന്നെയാണ് ഉള്ളു. നിനക്ക് ലാപ്ടോപ്പ് ഒന്നും കൊണ്ടുപോകാനോ? ലാപ്പിൽ എന്തിനാ വെക്കണ്? അല്ല,
ഇതിലോ ഒന്നിൽ വെച്ചാൽ മതി, ലാപ്പിലാകെ ഇടുങ്ങി അറിയാണ്. അതെന്താണെന്നറിയോ, പുറത്തേക്ക് പോകുന്ന ഡ്രസ്സ് പിന്നിലും മറ്റേ ഡ്രസ്സ് മുന്നിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്കായിരിക്കും നല്ലത്. ഇതിന് ഈ മറ്റേ ഇത് പുറത്ത് പോകുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഏറ്റവും പിന്നിൽ വെച്ചാൽ മതി. ഈ പാൻറ് എടുത്തിട്ട് അവൻ എനിക്ക് തന്നെ മനസ്സിലാവുമല്ലോ. ആകെ 3 പാൻറ്റല്ലേ ഉള്ളൂ, ആ 3 പാൻറ് എടുക്കുന്നത് ഏറ്റവും പിന്നിലാണ്. ഓക്കെ, ഇനി നമ്മൾ പുറത്ത് പോകുന്ന ടീഷർട്ടോളും ഈ ഭാഗത്ത് തന്നെ വെക്കും. ഗൈസ്, വേറെ പലതും ഞാൻ സഹിക്കും. ഞാൻ ഈ ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പൊ കണ്ടോ, ഒരു പറ ചോറാണ് ഞാൻ കഴിക്കണത്. ഇത് കഴിക്കുമ്പോൾ എനിക്ക് പേടിയാവും, ഞാൻ എങ്ങനെ അവിടെ സർവൈവ് ചെയ്ത് വരുന്നത്. കാരണം അവിടെ എപ്പോഴെപ്പോഴും ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ എക്സാമും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ഇരുന്ന് നല്ല ശീലമായിക്കണ്. അതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് ഫുഡ് കഴിക്കും ചെയ്യും. ഈ ഒരു സ്വഭാവം വെച്ച് ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകുന്നത് എനിക്ക് യാതൊരു പിടുത്തമില്ല. ഞാൻ അതിന്റെ ടെൻഷൻ, ആ ടെൻഷൻ കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഫുഡ് കഴിക്കണത്. ഇപ്പൊ കഴിക്കണം. അപ്പൊ നമ്മൾ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരുന്നത് തുറന്നാ പിന്നെ ഞാൻ തിരിച്ചടച്ചു വെക്കേണ്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തിരിച്ചങ്ങനെ തന്നെ അടച്ചു വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഉൾഭാഗം പാക്ക് ചെയ്യണം. ഇതിന്റെ ഉള്ളിൽ നമുക്ക് സോപ്പും ചീർപ്പും സാധനമൊക്കെ വെക്കാണ്ട് അതൊക്കെ വെക്കട്ടെ അടുത്ത്. നമ്മുടെ അഗാറിന്റെ ഒരു പാത്രമാണ് കേട്ടോ ഇത്. നമുക്ക് ഇതിൻ്റെ ഉള്ളില് മറ്റേ എഗ്ഗ് പുഴുങ്ങാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതും കൂടി ഇതിനോട് കൊടുത്തേക്കുന്നുണ്ട്. നമ്മൾ കെറ്റിലൂടെ കൊണ്ടുപോകണം ചെയ്തത്, പക്ഷെ കെറ്റിലും ഇതും കൂടി താങ്ങൂല. അപ്പൊ കൂടുതലാണ് കുട്ടികളൊന്നും ചായ വേണം, പക്ഷെ ഇന്നുമോൾക്ക് ചായ മസ്റ്റാണ്. ചായ പക്ഷെ അപ്പൊ എനിക്ക് ചായ കുടിക്കാൻ വല്ലാതെ മുട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം തിളപ്പിച്ചിട്ട് ഇതിൻ്റെ തന്നെ ചായ കുടിച്ചു. ഇത് ചൂടാക്കാൻ പറ്റും, ഇത് കെറ്റിലിന്റെ ഉപയോഗം പറ്റും. അപ്പൊ അങ്ങനെ സെറ്റ് ആക്കാം. ഓക്കെ, ഈ പെട്ടിയിൽ ബ്രഷ് കൊണ്ടേക്കോ. എന്നാ പിന്നെ ബാത്റൂമിലോ എവിടെ ഇട്ട് പോയാൽ നമുക്കൊരു വൃത്തിക്കുറവ് തോന്നൂല. ഇതിനുള്ളിൽ ഓൾറെഡി ബ്രഷ് ഉണ്ട്, ബ്രഷ് ഇവിടെ വെച്ചോ, കഴുകിയിട്ട് നമുക്ക് ബ്രഷ് കൊടുക്കാം. എന്തെയ്യാ, ബ്രഷ് എടുക്കാറന്നല്ലേ? അല്ല അങ്ങനല്ല, പുതിയ ബ്രഷ് ഇടുമ്പോ ഒന്ന് പുതുമ ഉണ്ടായിക്കോട്ടെ. എല്ലാത്തിലും പുതുമ ടച്ച് വേണം. പുതുമ ടച്ച്. കാട്ടി മമ്മക്ക് പാക്കിങ് അറിയാന്നൊക്കെ പറഞ്ഞു വന്നതാ. അപ്പൊ അവസാനം ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞ അവസ്ഥയെ വന്നു. നീ വെച്ചോ, ആ മോംസ് മാജിക്കിന്റെ പാക്കറ്റ് ഇങ്ങോട്ട് മാറ്റേ. ആകെ ഈ പാക്കറ്റ് മാത്രമേ മാറ്റാറുള്ളൂ, വേറെ ഒന്നും മാറ്റാനില്ല. ബാക്കി എല്ലാം ഇരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ബിസ്ക്കറ്റ്സോ പാക്കറ്റ് അല്ല. പിന്നെ ഇത് ഇങ്ങനെ തന്നെ വെക്കല്ല. പിന്നെ എന്താ കാട്ട്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഒരുപാട് തിന്നിട്ട് പൈസ ഫ്രഷ് അടിപൊളി. ഇനി പറയണ്ട കേട്ടോ, അതന്നെ വഴിയുള്ളൂ. അല്ലെങ്കിൽ നോക്കി നോക്കി ഈ പാക്ക് ചെയ്ത് അങ്ങനെ എൻ്റെ മോൾക്ക് എൻ്റെ പാക്കിങ് പറ്റിയില്ല പറഞ്ഞിട്ട് ഓള് സ്വന്തമായിട്ട് പാക്ക് ചെയ്യുന്നത്. പിന്നെ സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് എൻ്റെ ബുദ്ധിമുട്ടി കളിക്കണം. കിടന്ന് ഉറങ്ങിക്കൂടി നേരം കൊണ്ട് അങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല. എന്നെ ഉറക്കൂല, നമ്മളുടെ കൂടെ പാക്ക് ചെയ്യിപ്പിക്കില്ല. ഏതാ പോളവസ്ഥ. നമ്മൾ ആ മൂടി തുറന്ന് വെച്ചാൽ നമുക്കതിൽ കുറെ സാധനങ്ങൾ കൊള്ളും. ഓക്കെ, ചീനട്ട കൈമ തന്നെ പോയി. എൻ്റെ കുട്ടി ഞാൻ വിചാരിച്ചിനെ കണ്ടിക്കും വലുതായി, വലിയ ആളായി കേട്ടോ. ഓ ഇനി എന്നെ നീ തന്നെ നോക്കാൻ കേട്ടാ. ഇനി സ്പേസ് ഉണ്ട് കേട്ടോ, കേട്ടോ ഇഷ്ടം പോലെ. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ ലോകം കണ്ടു, ലോകം കണ്ട് പഠിച്ചു ഒരു പാക്കറ്റ് ഞങ്ങൾക്കും തടി. ഞാൻ 3 എടുക്കണുള്ളൂ. 2 വെച്ചോ. ഞാൻ വെറുതെ പറഞ്ഞതാ, ഞാൻ കാര്യം പറഞ്ഞതാ. അപ്പുറത്തേക്ക് വേണ്ട, വെറുതെ പറഞ്ഞപ്പോണ്ടാകുമ്പോ കൊണ്ടേക്കോ. സ്പേസിങ് ഓവർ. ഓക്കെ, ഇനി ഉണ്ണിയപ്പം വെക്കാൻ സ്പേസ് വേണം കേട്ടോക്ക്. താങ്ങാ എനിക്ക് വെയിറ്റ്. അവിടെ പോയിട്ടുണ്ടെങ്കിലേ അത് എടുക്കാതെ കിട്ടുമെന്ന് തോന്നും. ഉണ്ണിയപ്പം എടുക്കാനൊക്കെ തോന്നൂല, അതൊക്കെ വലിയ ഇഷ്ടമല്ല. ബെഡ്ഷീറ്റ് നല്ല കണ്ണും വിളിച്ചുള്ള ബെഡ്ഷീറ്റ് തന്നെ ആയിക്കോട്ടെ, നല്ല വെള്ള കളർ ബെഡ്ഷീറ്റും ഒരു പില്ലോ. ഇതൊന്ന് മഞ്ഞപ്പിച്ച് കൊണ്ടുവരരുത്. വേണ്ടി ഒരു മേസി റൂമല്ലേ, അനക്കാണെങ്കിൽ പറ്റൂലല്ലോ. കിടന്നു നോക്കുമ്പോൾ ഉപയോഗിക്കാൻ സോക്സ് കൊണ്ടേക്കോ. അതൊക്കെ എനിക്ക് ആവശ്യം തന്നെ എനിക്കറിയാം. ഒരു മഫ്ലറും വേണോ കുഞ്ഞേ? ഈ റൂമിൽ കിടക്കാൻ പറ്റുമോ? മങ്കി ക്യാപ്പ് അതിന് ഞാനും ആലോചിക്കുന്നത്. ഉറക്കം വരുന്നുണ്ട്. വയറുവെച്ച ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ തന്നെ ഉറക്കം വരും. ഉറക്കം വരുന്നില്ല, ബെഡ്ഷീറ്റ് പുതപ്പ് കൊണ്ട പുതപ്പ്. എന്താ ആലോചിക്കുന്നത്? കഴിഞ്ഞോ? നമ്മളിവിടെ മേക്കപ്പ് പ്രൊഡക്ട്സ് എടുത്ത് വെക്കാൻ പോവാണ്. ഇവിടെയോ? അപ്പൊ എന്റെ ഷൂവും ചെരുപ്പൊക്കെ ഇവിടെ വെക്കുക. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഷൂവും ചെരുപ്പ് ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അവിടെ ഷൂ വെക്കാൻ സ്ഥലമല്ല. ഷൂ വെക്കാനുള്ള സ്ഥലം എങ്ങനെ പറഞ്ഞറിയോ? ഇതാ കുഴിക്ക് പോയിട്ട് അതിന്റെ ഉള്ളിൽ വെക്കാന്ന് ഒരു ഉദ്ദേശം. ആ സ്ഥലത്ത് കൂടി വെച്ചിട്ടുണ്ട്. മമ്മ പറയട്ടെ, അവിടെ നിന്റെ ഷൂ കൊള്ളു. അവിടെ ഷൂ വെക്കാനുള്ള സാധനമാക്കി വെക്ക്. കാരണം ഈ ചെരുപ്പ് പറഞ്ഞ സാധനം അവിടെ വെക്കാൻ പറ്റത്തില്ല. അതിന് ഇവിടെ ഒരു ഈ ഒരു ഭാഗത്ത് തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടാവും. ചെരുപ്പ് ആ ഒരു ഏരിയ മാത്രം വെച്ചാൽ മതി. എനിക്ക് തോന്നുന്നില്ല എത്ര സാധനം അവിടെ കൊള്ളിക്കണേ. എന്റെ മോൾക്ക് പിന്നെ മറ്റേ ഈ ഒരു ഓറഞ്ച് ബാഗ് കുറെ കാലമല്ലേ ഈ പാക്ക് ചെയ്ത് കൊണ്ടുനടക്കണേ. മെടുത്തു. എന്ത്
ഇത് പാക്ക് ചെയ്ത് മെടുത്തു. വേണ്ടിട്ട് മോളെ ഇനി കുറെ പാക്ക് ചെയ്യലതാണ് നമുക്ക്. അത് വിചാരിച്ചിട്ട് എനിക്ക് പുതിയൊരു ബാഗ് മേടിക്കണം, മേക്കപ്പ് ബാഗ്. അതൊക്കെ സ്വന്തമായിട്ട് കാശുണ്ടാക്കുക, സ്വന്തമായിട്ട് വാങ്ങിക്കുക. വേണ്ട, ആന വാങ്ങിച്ചത് എനിക്ക് വയ്യ. ബെഡ്ഷീറ്റൊക്കെ കൊള്ളാനായി ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടോ? ഇതിപ്പോ നിറച്ചൊക്കെ കേട്ടോ, കാരണം തുടിച്ചടിയാണ്. ഓക്കെ. അപ്പോൾ ഓറഞ്ച് ബോക്സ് വെച്ചിട്ടില്ലല്ലോ, അതിനുള്ളിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതൊക്കെ തോന്നുന്ന സ്ഥലമല്ലാന്ന്. യെസ്, ഇനി അടുത്ത് വെക്കും. ഒരു പുതപ്പ്, ഒരു ബെഡ്ഷീറ്റ്, ഒരു പില്ലോ കവർ. പില്ലോ കവർ ഇല്ല നോക്ക്, അത് ഉള്ളിലേക്ക് വെക്ക്. ഉള്ളിലാണ് ഇവിടെ സ്ഥലം ഇരിക്കുന്നത്. അവിടെ ഇത് വെക്കാളാണ്, ഷൂ വെക്കാളതാണ്. ഓക്കെ, അത് മനസ്സിലാക്കാത്തത്. കൂട്ടി. സോ ഗൈസ്, ഷാമ്പും കണ്ടീഷണറും കൊണ്ടുപോകണം. ഇവിടെ ഷാമ്പും കണ്ടീഷണറും ഉണ്ട്, മാമനാഥത്തിന്റെ ഷാമ്പും കണ്ടീഷണറുണ്ട്. ഇത് ഇങ്ങനെ കൊണ്ടുപോകാന്ന് വെച്ചാൽ ഇത് അടക്കൽ എങ്ങനെ ഒരു പിടുത്തല്ല. അപ്പോൾ ക്ലോസ് ചെയ്യാൻ പറ്റും, പക്ഷെ എങ്ങനെ നിൽക്കുന്ന അറിവില്ല. അപ്പൊ എന്ത് കാട്ടുക, നമ്മള് ഡിറ്റർജന്റ് കൊണ്ടുപോയ പോലെ ഇങ്ങനത്തെ കുപ്പിയിൽ ഷാമ്പു ആക്കിയിട്ട് കൊണ്ടുപോകാന്ന് വിചാരിക്കണത്. വലുതായി സമയമല്ല, 10-12 മണി കഴിഞ്ഞു. കിടന്നുറങ്ങണ മനുഷ്യന്മാർക്ക് രാവിലെ വേറെ പണികളുണ്ടേ. അപ്പൊ ഗൈസ്, ഷാമ്പും കണ്ടീഷണറൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുടുംബം തൂത്തുവാരി പോവുകയാണ്. നീ എല്ലാം ഞാൻ കൊണ്ടുപോകാം. നമുക്ക് ഇവിടെ വെക്കാം ഷാമ്പു. ഡിറ്റർജന്റ് ഉണ്ട് കേട്ടോ, മറ്റേത് അപ്പുറത്തും വെച്ചോ, എടുക്കാൻ മറക്കണ്ട. എല്ലാം തോരുമ്പോൾ തന്നെ കൊണ്ടു. അത് തെറിക്കും, അത് തെറിക്കും. അതിന് അപ്പുറത്ത് സൈഡിലുണ്ടെങ്കിൽ വെച്ചോ. അപ്പം മമ്മക്ക് ഇനി വയ്യാണ്ട് മമ്മ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്, ഞാനും ഉറങ്ങാൻ വേണ്ടി പോവാണ്. തീരെ വയ്യാതായിക്കണം. പാക്കിംഗ് ഒക്കെ ഏകദേശം കണ്ടോ, ഏകദേശം എല്ലാ സാധനവും സെറ്റായിട്ട് 2-3 കാലിന് മാത്രം എടുക്കാനുള്ളത് ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എടുക്കാത്ത സാധനങ്ങൾ. അത് നാളെ രാവിലെയും കൂടി എടുത്തു വെച്ചാൽ ഒക്കെ സെറ്റാവും. അപ്പൊ ഇന്നത്തെ പാക്കിങ് ഇവിടെ തീർന്നു ഗൈസ്. അപ്പൊ രാവിലെ ഉച്ചയായപ്പോ നിൻഷ വന്നു. ഇതിന്റെ പാക്കിങ് ഏകദേശം മുഴുവനായി. ഇവിടെ കാണുന്നു, ഇവിടെ മുഴുവനായി. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി പോണ വ്ളോഗ് വേറെ വ്ളോഗായിട്ടാണ്. ഇതിൽ തന്നെ ഒക്കെ കൂടി ഞാൻ കൊള്ളിക്കത്തില്ല. അപ്പൊ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടി നിൽക്കുക. മന്തി വരും, അത് കഴിച്ചിട്ട് വേണം പോകാൻ. അതൊക്കെ അടുത്ത വീഡിയോയില്. നേരത്തെ കഴിക്കാൻ മന്തി കൊണ്ടിട്ട് വേണോ വേണോ പക്ഷെ നിമിഷം 2-3 ഉണ്ണിയപ്പം അതുകൊണ്ട് മന്തിക്ക് വേണ്ടി എടുത്തു വെച്ചിട്ട് ആ സ്ഥലം കൂടെ ഉണ്ണിയപ്പം മാമന് ഉണ്ണിയപ്പത്തിന് ടേസ്റ്റ് കാരണം കൊണ്ട് അതാരും വൈക്കാരോ പോയി. എന്താണെങ്കിലും നിങ്ങൾ മറ്റേ ഇന്റേൺഷിപ്പിൽ പോയി കളർഫുൾ വീഡിയോസുമായിട്ട് നിങ്ങൾ ഇനി ഉടനടി വരണം. ഞങ്ങൾ ഓരോ ഡേയും ഞങ്ങൾ ഓരോ വീഡിയോ. അപ്പൊ ഇന്നത്തെ ഈ വ്ലോഗ് ഇത്രേ ഉള്ളൂ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.